സ്നേഹമുള്ളവരെ, ലോഗോസ് ക്വിസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട 48 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ കാണാൻ പോകുന്നത്. 1. ഒരു ദിവസം യേശു ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരാണ് വന്നത്? ഉത്തരം: പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളോട് കൂടെ വന്നു. 2. എന്ത് അധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? അഥവാ നിനക്ക് ഈ അധികാരം നൽകിയത് ആരാണ്? ആരോട് ചോദിച്ചു? ഉത്തരം: പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും യേശുവിനോട്. 3. യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ യേശു എന്തു ചോദിക്കും? ഉത്തരം: പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്ന് ചോദിക്കും. 4. യോഹന്നാന്റെ ജ്ഞാനസ്നാനം മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഉത്തരം: ജനങ്ങളെല്ലാം കല്ലെറിയും. 5. യോഹന്നാൻ ആരാണെന്നാണ് ജനങ്ങൾ വിശ്വസിച്ചിരുന്നത്? ഉത്തരം: പ്രവാചകൻ. 6. യോഹന്നാന്റെ ജ്ഞാനസ്നാനം എവിടെ നിന്ന് എന്ന ചോദ്യത്തിന് പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും പറഞ്ഞ മറുപടി എന്തായിരുന്നു? ഉത്തരം: എവിടെ നിന്ന് എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. 7. ഒരു മനുഷ്യൻ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച് ആരെ ഏൽപ്പിച്ചിട്ടാണ് പോയത്? ഉത്തരം: കൃഷിക്കാരെ. 8. മുന്തിരിത്തോട്ടവും കൃഷിക്കാരും ഈ ഉപമ ആരോടാണ് പറഞ്ഞത്? ഉത്തരം: ജനങ്ങളോട്. 9. മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചവൻ എത്ര നാളത്തേക്കാണ് അവിടെ നിന്ന് പോയത്? ഉത്തരം: ദീർഘനാളത്തേക്ക്. 10. സമയമായപ്പോൾ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് ആരെയാണ് കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചത്? ഉത്തരം: ഒരു ഭൃത്യനെ. 11. 20:9 സമാനമായ വാക്യം ഏത്? ഉത്തരം: യെശയ്യാ 5:1-7. 12. ആദ്യം അയച്ച ഭൃത്യനെ കൃഷിക്കാർ എന്തു ചെയ്തു? ഉത്തരം: അടിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു. 13. രണ്ടാമത് അയച്ച ഭൃത്യനെ കൃഷിക്കാർ എന്തു ചെയ്തു? ഉത്തരം: അടിക്കുകയും അപമാനിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു. 14. മൂന്നാമത്തെ ഭൃത്യനെ കൃഷിക്കാർ എന്തു ചെയ്തു? ഉത്തരം: പരിക്കേൽപ്പിക്കുകയും പുറത്തേക്ക് എറിയുകയും ചെയ്തു. 15. തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ പ്രിയപുത്രനെ അയച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഉത്തരം: മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞ് കൊന്നുകളഞ്ഞു. 16. മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ കൃഷിക്കാരോട് എന്തു ചെയ്യും? ഉത്തരം: കൃഷിക്കാരെ നശിപ്പിക്കുകയും മുന്തിരിത്തോട്ടം മറ്റാളുകളെ ഏൽപ്പിക്കുകയും ചെയ്യും. 17. 20-ാം അധ്യായം 17-ാം വാക്യം ഉദ്ധരിക്കുക. ഉത്തരം: യേശു അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്താണ്? 18. 20:17 സമാനമായ വാക്യം. ഉത്തരം: സങ്കീർത്തനം 118, 22, 23. 19. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആർക്കു വേണ്ടിയാണ് ഈ ഉപമ പറഞ്ഞത്? ഉത്തരം: നിയമജ്ഞർക്കും പ്രധാന പുരോഹിതന്മാർക്കും. 20. ഏത് ഉപമ പറഞ്ഞപ്പോഴാണ് യേശുവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്? ഉത്തരം: പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. 21. ദേശാധിപതിയുടെ അധികാരത്തിനും വിധിക്കും ഏൽപ്പിച്ചു കൊടുക്കത്തക്ക വിധം യേശുവിൻ്റെ വാക്കിൽ നിന്നും എന്തെങ്കിലും പിടിച്ചെടുക്കാൻ ആരെയാണ് അയച്ചത്? ഉത്തരം: ആരാണെന്ന് ഭാവിക്കുന്ന ചാരന്മാരെ. 23. ലൂക്ക 20:25 ഉദ്ധരിക്കുക. ഉത്തരം: അവൻ അവരോട് പറഞ്ഞു, എങ്കിൽ സീസറിനുള്ളത് സീസറിനും
ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവിൻ. 24 ഡാഷ് സാന്നിധ്യത്തിൽ വച്ച് അവനെ വാക്കിൽ കുടുക്കാൻ സാധിച്ചില്ല. ഉത്തരം ജനങ്ങളുടെ. 25 യേശുവിൻ്റെ മറുപടിയിൽ ആശ്ചര്യപ്പെട്ട് അവർ ഡാഷ് അവലംബിച്ചു. ഉത്തരം മൗനം. 26 20:18 സമാനമായ വാക്യം. ഉത്തരം യെശയ്യാ 8:14-15. 27 പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള വിവാദം ഏത് അധ്യായത്തിലാണ്? ഉത്തരം 20-ാം അധ്യായത്തിൽ. 28 പുനരുദ്ധാനം നിഷേധിക്കുന്നവർ. ഉത്തരം സദൂക്കായർ. 29 സദൂക്കായരിൽ ചിലർ യേശുവിനെ അഭിസംബോധന ചെയ്തത് എങ്ങനെ? ഉത്തരം ഗുരു. 30 ഒരാളുടെ വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ സഹോദരൻ്റെ വിധവയെ സ്വീകരിച്ച് അവനു വേണ്ടി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കണമെന്നാണ് ആരാണ് കൽപ്പിച്ചിട്ടുള്ളത്? ഉത്തരം മോശ. 31 ആരാണ് വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത്? ഉത്തരം ഈ യുഗത്തിൻ്റെ സന്താനങ്ങൾ. 32 വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ലാത്തവർ. ഉത്തരം വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുന്നതിനും യോഗ്യരായവർ. 33 ഡാഷിൻ്റെ മക്കൾ എന്ന നിലയിൽ അവർ ദൈവദൂതന്മാർക്ക് തുല്യരും ദൈവ മക്കളുമാണ്. ഉത്തരം പുനരുദ്ധാനത്തിൻ്റെ. 34 പുനരുദ്ധാനത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ അവർ ആർക്ക് തുല്യരാണ്? ഉത്തരം ദൈവദൂതന്മാർക്ക്. 35 മരിച്ചവർ ഉയർക്കുമെന്ന് മോശ എവിടെ വെച്ചാണ് കാണിച്ചു തന്നത്? ഉത്തരം മുൾപടർപ്പിൽ വച്ച്. 36 ഗുരു നീ ശരിയായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞത് ആര്? ഉത്തരം നിയമജ്ഞരിൽ ചിലർ. 37 കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു. ഇത് ആര് പറയുന്നതാണ്? ഉത്തരം ദാവീദ് സങ്കീർത്തന പുസ്തകത്തിൽ. 38 ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ ഡാഷ് ഇരിക്കുക. ഉത്തരം വലതുഭാഗത്ത്. 39 20-28 സമാനമായ വാക്യം. ഉത്തരം നിയമാവർത്തനം 25:5. 40 20-42-43 സമാനമായ വാക്യം. ഉത്തരം സങ്കീർത്തനങ്ങൾ 110:1. 41 സകല മനുഷ്യരും കേൾക്കെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞതെന്ത്? ഉത്തരം നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളവേ. 42 നീണ്ട മേലങ്കികൾ ധരിച്ചു നടക്കാൻ ആഗ്രഹിക്കുന്നവർ. ഉത്തരം നിയമജ്ഞർ. 43 പൊതുസ്ഥലങ്ങളിൽ നിയമജ്ഞർ ആഗ്രഹിക്കുന്നത്. ഉത്തരം അഭിവാദനങ്ങൾ. 44 എവിടെയാണ് നിയമജ്ഞർ പ്രമുഖ സ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്നത്? ഉത്തരം സിനഗോഗുകളിൽ. 45 വിരുന്നുകളിൽ അഗ്രാസനങ്ങൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ. ഉത്തരം നിയമജ്ഞർ. 46 വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുന്നവർ. ഉത്തരം നിയമജ്ഞർ. 47 ദീർഘമായി പ്രാർത്ഥിക്കുന്നതായി നടിക്കുന്നവർ. ഉത്തരം നിയമജ്ഞർ. 48 നിയമജ്ഞർക്ക് കൂടുതൽ കഠിനമായ ഡാഷ് ലഭിക്കും. ഉത്തരം ശിക്ഷാവിധി. സ്നേഹമുള്ളവരെ, ഈ ഒരു വീഡിയോയിൽ ലൂക്കായുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട 48 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ കണ്ടത്. ചോദ്യങ്ങളെല്ലാം ഒരിക്കൽ കൂടി കേൾക്കുക, മനഃപ്പാഠമാക്കുക. ലോഗോസ് ക്വിസിൻ്റെ മറ്റ് പഠന ഭാഗങ്ങളുടെ വീഡിയോയ്ക്കായിട്ട് ലോഗോസ് ക്വിസ് മാസ്റ്റർ എന്ന ചാനലിലെ മറ്റു വീഡിയോകൾ കാണാവുന്നതാണ്. ലോഗോസ് ക്വിസിന് നല്ല വിജയം നേടുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. നന്ദി.